AMMA തിരഞ്ഞെടുപ്പിൽ നടൻ ജഗദീഷ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. പ്രത്യേക ദൂതൻ വഴിയാണ് കത്ത് കൈമാറുക. വനിതകൾ നേതൃത്വത്തിൽ വരുമെന്ന ഉറപ്പിലാണ് ജഗദീഷിന്റെ പിൻവാങ്ങൽ. മോഹൻലാലും മമ്മൂട്ടിയുമായി സംസാരിച്ചതിന് ശേഷമാണ് തീരുമാനം. റോഷി പാലുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ് റോഷി. വൺസ് അഗെയിൻ, ഇന്നിപ്പോൾ AMMയിലെ മത്സരചിത്രം തെളിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജഗദീഷ് പത്രിക പിൻവലിക്കുന്നതുകൂടി ശ്രോതയിലേക്കുള്ള വഴി തെളിയുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും നീക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ റോഷി? അരുൺകുമാർ, AMMയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ശ്വേതയ്ക്ക് അല്ലെങ്കിൽ വനിതാ പ്രതിനിധികൾക്ക് വിജയത്തിന്റെ പാതയൊരുക്കുക എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ജഗദീഷ് പിന്മാറുന്നത്. അങ്ങനെയാണ് ജഗദീഷിന്റെ വിശദീകരണം. ജഗദീഷ് എന്തായാലും ഇപ്പോൾ കേരളത്തിലില്ല. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമാണ്. ഇന്ന് പ്രത്യേക ദൂതൻ വഴി ജഗദീഷ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അപേക്ഷ AMMയുടെ ആസ്ഥാനത്ത് എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ മോഹൻലാലുമായും മമ്മൂട്ടിയുമായും സുരേഷ് ഗോപിയുമായും ഈ കാര്യം സംസാരിച്ചു. വനിതാ നേതാക്കൾ അമ്മയെ നയിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇവർ മുൻകൈ എടുക്കുകയാണെങ്കിൽ താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും, താൻ പിന്മാറുമെന്നായിരുന്നു ജഗദീഷ് മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ പോലും അവിടെ ദേവൻ മത്സരരംഗത്തുണ്ട്. എന്നാലും കൂടുതൽ പിന്തുണ ശ്വേതാ മേനോന് ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ് ജഗദീഷിനുള്ളത്. ജഗദീഷ് കഴിഞ്ഞ ദിവസം വരെ തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ ഒരു ആഡ് ഫിലിമിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് മുംബൈയിലേക്ക് പോയത്. അടുത്ത ദിവസം മാത്രമാണ് സംസ്ഥാനത്തേക്ക് എത്തുക. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് ജഗദീഷ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ജഗദീഷ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതോടുകൂടി വനിതകൾ AMMയുടെ തലപ്പത്തേക്ക് വരാനുള്ള സാധ്യത തെളിയുകയുമാണ്. വരട്ടെ, കൂടുതൽ വനിതകൾ വരികയും AMMയെ കൂടുതൽ നിലകളിലേക്ക് കൊണ്ടുപോവുകയും 400 പേരെ മാത്രമേ ഉള്ളൂ അവിടെ വോട്ട് ചെയ്യാൻ. അതിൽ ആണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ചർച്ചകൾ സജീവമാവും, സംഘടന കൂടുതൽ ശക്തമാവുകയും ചെയ്യും. AMMയെ പോലുള്ള സംഘടനകളൊക്കെ നിലനിന്ന് പോരേണ്ടതാണ്. ഒരുപാട് പ്രായമേറിയ താരങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവരുടെ മാസവരുമാനവും പെൻഷനും ഒക്കെ ഉറപ്പാക്കുന്നത് ഈ സംഘടനയാണ്. നല്ലൊരു ആശയമാണ്. തീർച്ചയായിട്ടും ആ സംഘടന മുന്നോട്ട് തന്നെ പോകണം. അതേസമയം ആരോപണ വിധേയരായിട്ടുള്ളവർ മാറി നിൽക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു നിലപാട്.